Okay, good morning students. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്തൊരു പാർട്ടാണ് ജോയിന്റ് വെഞ്ചർ. ഓക്കെ, ജോയിന്റ് വെഞ്ചർ എന്ന് പറഞ്ഞ യൂണിറ്റ് ആണ് ഈ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മീനിങ്, അതായത് വാട്ട് ഈസ് ജോയിന്റ് വെഞ്ചർ. ജോയിന്റ് വെഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? When two or more persons join together to carry out a specific business venture and share the profit on an agreed basis, it is called joint venture. അതായത് ജോയിന്റ് വെഞ്ചർ എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ പേഴ്സൺസ് അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ ആൾക്കാർ ഒരു ബിസിനസ് തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്തിൻ്റെ ബേസിലായിരിക്കും? എഗ്രിമെൻറ്റ് ബേസിലായിരിക്കും. എഗ്രിമെൻറ്റ് എന്തിനാ? ഷെയറിങ് പ്രോഫിറ്റ് എങ്ങനെ ഷെയർ ചെയ്യാം എന്നുള്ളതൊരു എഗ്രിമെൻറ്റ് ബേസിസിൽ രണ്ടോ അതിലധികമോ ആൾക്കാർ ചേർന്നിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്നത്. ഈച്ച് വൺ ഓഫ് ദം ഹു ജോയിൻസ് ആസ് എ പാർട്ടി ടു ദ ജോയിന്റ് വെഞ്ചർ ഈസ് കോൾഡ് കോ വെഞ്ചർ. അതായത് ആരാണോ ജോയിന്റ് വെഞ്ചറിൽ അസോസിയേറ്റ് ചെയ്യുന്ന പേഴ്സൺസ് അവരെ നമ്മൾ എന്താ പറയുക? കോ വെഞ്ചർ എന്നാണ് പറയുക. അതായത് അതിൽ ഇൻവോൾവ് ആവുന്ന ഓരോ പേഴ്സൺസും, രണ്ടോ അതിലധികമോ പേഴ്സൺസ് ഇൻവോൾവ് ആവുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈച്ച് പേഴ്സൺസിനെ നമ്മൾ പറയുന്ന പേരാണ് കോ വെഞ്ചർ. നോ ഫേം നെയിം ഈസ് നോർമലി യൂസ്ഡ് ബൈ ദ ജോയിന്റ് വെഞ്ചറിൽ നമ്മൾ നോർമലി ഒരു പേര് യൂസ് ചെയ്യില്ല. കാരണം രണ്ടോ അതിലധികമോ ആൾക്കാർ ചേർന്നിട്ടായിരിക്കും ചിലപ്പോൾ സ്ഥാപനം തുടങ്ങുക. അപ്പം എല്ലാവരും സജഷനും നോക്കിയിട്ട് പേര് നമുക്ക് ഉണ്ടാകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അതിൻ്റെ പേരുണ്ടാവാറില്ല പൊതുവെ. ഓക്കെ, അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഫോംഡ് ബൈ 2 or more persons. രണ്ടോ അതിലധികമോ പേഴ്സൺസ് ചേർന്നിട്ടായിരിക്കും അത് ഫോം ചെയ്യുന്നത്. ദ പർപ്പസ് ഈസ് ടു എക്സിക്യൂട്ട് പെർട്ടിക്കുലർ വെഞ്ചർ ഓർ പ്രോഡക്റ്റ്. എന്തെങ്കിലും ഒരു വെഞ്ചറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോജക്റ്റോ എന്താ പറയുക, എക്സിക്യൂട്ട് ചെയ്യാൻ എന്തായിരിക്കും അതിൻ്റെ പർപ്പസ്. നോ സ്പെസിഫിക് ഫേം നെയിം ഈസ് യൂസ്ഡ് ബൈ ദ ജോയിന്റ് വെഞ്ചർ ബിസിനസ്. ഒരു ജോയിന്റ് വെഞ്ചർ ബിസിനസ്സിന് ഒരു സ്പെസിഫിക് നെയിം എന്തായിരിക്കും? ഉണ്ടാവില്ല. ഇറ്റ് ഈസ് ഓഫ് എ ടെമ്പററി നേച്ചർ. ഒരു ടെമ്പററി ആയിട്ടായിരിക്കും ജോയിന്റ് വെഞ്ചർ സ്ഥാപിക്കുക. ഓക്കെ, ഒരു എന്താ പറയുക, എക്സിക്യൂട്ടീവ് പ്രോജക്റ്റോ ഒരു വെഞ്ചറോ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥാപിക്കുന്നതായതുകൊണ്ട് തന്നെ ഇതൊരു ടെമ്പററി നേച്ചറായിരിക്കും. ദ കോ വെഞ്ചർ ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ അഗ്രീഡ് റേഷ്യോ. ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കുന്ന പോലെ ആ ഒരു എഗ്രിമെൻറ്റ് റേഷ്യോൻ്റെ ബേസിലായിരിക്കും കോ വെഞ്ചേഴ്സ് അവരെ പ്രോഫിറ്റോ അല്ലെങ്കിൽ അവരുടെ ലാഭമായാലും നഷ്ടമായാലും അത് ഷെയർ ചെയ്യുന്നത്. ഡ്യൂറിങ് ദ tenure of joint venture, the co-venture are free to continue their own business unless agreed otherwise. അതായത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാലും ആ കോ-വെഞ്ചേഴ്സിന് അവരുടേതായ വേറെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത് ഫീച്ചേഴ്സായിട്ട് നമ്മൾ പറയുന്നത്. ദെൻ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഒരു 3 അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താണ്? സഫിഷ്യൻറ്റ് റിസോഴ്സസ്. അതായത് ഒരുപാട് കോ വെഞ്ചേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതിലെ ക്യാപിറ്റലിന് എന്തായിരിക്കും? റിസ്ക് ഉണ്ടാവില്ല. നമുക്ക് സഫിഷ്യൻറ്റ് റിസോഴ്സസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതേപോലെ എബിലിറ്റി ആൻഡ് എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ നമ്മൾ കോ വെഞ്ചേഴ്സ് ഒരുപാട് പേഴ്സൺസ് ഉള്ളതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ എബിലിറ്റീസും അതേപോലെ തന്നെ എക്സ്പീരിയൻസും ഒക്കെ നമുക്ക് ഈ ജോയിന്റ് വെഞ്ചർ ബിസിനസ്സിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ സ്പ്രെഡിങ് ഓഫ് റിസ്ക്. അതേപോലെ റിസ്ക് എങ്ങനെയായിരിക്കും? എന്തെങ്കിലും റിസ്ക് അറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് എല്ലാവർക്കുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് റിസ്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. ആ 3 അഡ്വാൻറ്റേജസ് ആണ് ജോയിന്റ് വെഞ്ചറിനുള്ളത്. ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് ജോയിന്റ് വെഞ്ചർ ആൻഡ് കൺസൈൻമെൻറ്റ്. ജോയിന്റ് വെഞ്ചറും കൺസൈൻമെൻറ്റും തമ്മിലുള്ളൊരു ഡിഫറൻസസ് ആണ്. കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നോർമലി 2 persons ആർ ഇൻവോൾവ്. കൺസൈൻമെൻറ്റിൽ എപ്പോഴും 2 persons ആയിരിക്കും ഉണ്ടാവുക. കൺസൈനർ ആൻഡ് കൺസൈനി നമ്മൾ പഠിച്ചല്ലോ. ജോയിന്റ് വെഞ്ചറിൽ എങ്ങനെയായിരിക്കും? നേരെ ഉൾട്ടിയായിരിക്കും. 2 or more persons ഉണ്ടായിരിക്കും. മോർ ദാൻ 2 ആണ് ഉണ്ടാവുക. അതേപോലെ കൺസൈൻമെൻറ്റിലെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചത്? പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റ് റിലേഷൻഷിപ്പ് ആണെന്ന് പഠിച്ചു. ഇവിടെ എങ്ങനെയായിരിക്കും? പാർട്ട്ണർഷിപ്പ് ആയിരിക്കും അല്ലേ? എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക കോ വെഞ്ചേഴ്സിന്. അപ്പോൾ അതേപോലെ ഒരു എഗ്രിമെൻറ്റ് ബേസിലായിരിക്കും അവരെ പ്രോഫിറ്റും കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ടൊരു പാർട്ട്ണർഷിപ്പ് ബേസിലായിരിക്കും അവരെ ബിസിനസ് ഉണ്ടാവുക. അതേപോലെ തന്നെ എങ്ങനെയാണ്? കൺസൈൻമെൻറ്റ് ഒരു ലോങ് ടേമിലേക്കായിരിക്കും അതിൻ്റെ ബിസിനസ് എൻറ്റിറ്റി ഉണ്ടാവുക. ലോങ് ടേം ആയിരിക്കും. പക്ഷേ ജോയിന്റ് വെഞ്ചറിൽ എപ്പോഴും എങ്ങനെയായിരിക്കും? ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അതെപ്പോഴും എന്തായിരിക്കും?
എപ്പോഴാണോ ആ ഒരു വെഞ്ചർ തുടങ്ങി അത് അതിൻ്റെ അവരൊരു മിഷൻ കംപ്ലീറ്റ് ആവുന്നത് അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഒരു ലിമിറ്റഡ് പീരീഡിലേക്ക്, ഷോർട്ട് പീരീഡിലേക്കായിരിക്കും ഉണ്ടാവുക. ദെൻ ഫണ്ട്സ് പ്രൊവൈഡ് ബൈ ദ കൺസൈനർ. കൺസൈൻമെൻറ്റിൽ ഫണ്ടൊക്കെ ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? കൺസൈനർ ആയിരിക്കും. ഇവിടെ എങ്ങനെയായിരിക്കും? എല്ലാവരും കോമൺ പൂളായിരിക്കും, ഒന്നിച്ചായിരിക്കും എടുക്കുക, കോമൺ പൂൾ. ഓക്കെ, മറ്റേത് കൺസൈനറാണ്. ദെൻ കൺസൈൻമെൻറ്റിൽ കൺസൈനി ആരായിരിക്കും? ഒരു ഏജൻ്റ് ആയിരിക്കും. അയാൾ കൺസൈനറെ ഓർഡർ അതേപോലെ അനുസരിക്കുന്ന ഒരു ഏജൻ്റ് ആയിരിക്കും. ജോയിൻറ്റ് വെഞ്ചറിൽ എങ്ങനെയായിരിക്കും? ഈക്വൽ അതോറിറ്റി ടു ടേക്ക് ഡിസിഷൻ. ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ എല്ലാ കോവെഞ്ചേഴ്സിനും ഈക്വൽ അതോറിറ്റി ആയിരിക്കും ഉണ്ടാവുക. അവിടെ ഒരു പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ദെൻ പിന്നെന്താണ്? ഇവരെ മൂവബിൾ ഗുഡ്സ് ആയിരിക്കും സെയിൽ ചെയ്യുക കൺസൈൻമെൻറ്റിൽ. ഇവിടെ എങ്ങനെയായിരിക്കും സെയിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫോർ കെയറിങ് അതർ ആക്ടിവിറ്റി ലൈക്ക് കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്. അതായത് ഒരു വെഞ്ചറിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞല്ലേ, അപ്പോൾ അവർ എന്താണ് അവിടെ ക്യാരി ചെയ്യുന്നത്? കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഷെയർസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഓണർഷിപ്പ് അതൊക്കെ കൺസൈനർക്കായിരിക്കും. ഇവിടെ എങ്ങനെയായിരിക്കും? ജോയിൻ്റ് ഓണർഷിപ്പ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത്രയും ഡിഫറൻസ് ആണ് കൺസൈൻമെൻറ്റും കൺസൈനും തമ്മിലുള്ള ഓണർഷിപ്പിൻ്റെ ബേസിലും നമ്മൾ നോക്കി. റിസ്ക് കാര്യങ്ങൾ അതൊക്കെ തന്നെ. ഇനി നമ്മൾ നോക്കുന്ന ജോയിൻറ്റ് വെഞ്ചറും പാർട്ട്ണർഷിപ്പും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പാർട്ട്ണർഷിപ്പിന് എപ്പോഴും എന്തായിരിക്കും? ഒരു പേരുണ്ടാവും അല്ലേ? പാർട്ട്ണർഷിപ്പ് ഫോം ഓൾവേസ് ഹാസ് എ നെയിം. പക്ഷേ ജോയിൻറ്റ് വെഞ്ചറിന് നമ്മൾ പറഞ്ഞല്ലോ ഒരു സ്പെസിഫിക് പേര് ഇടാനായിട്ട് പറ്റില്ല. അതേപോലെ ഇത് പാർട്ട്ണർഷിപ്പ് എപ്പോഴും കണ്ടിന്യൂസ് നേച്ചർ ആയിരിക്കും അല്ലേ? തുടർന്നുകൊണ്ടേ പോകുന്നൊരു കണ്ടിന്യൂസ് നേച്ചർ ആയിരിക്കും. പക്ഷേ ജോയിൻറ്റ് വെഞ്ചർ എങ്ങനെയായിരിക്കും? അവരെ മിഷൻ എപ്പോഴും അല്ലെങ്കിൽ ഒരു വർക്ക് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് അത് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ആ കോവെഞ്ചേഴ്സിന് വേണമെങ്കിൽ അവരതായ സ്വന്തം ഓൺ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് പോകാമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പം പാർട്ട്ണർഷിപ്പ് എപ്പോഴും കണ്ടിന്യൂസ് നേച്ചർ ആയിരിക്കും. ജോയിൻറ്റ് വെഞ്ചർ എപ്പോഴും ആ മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഉണ്ടാവുള്ളൂ. പിന്നെ സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് ഹാവ് ബീൻ മെയിൻറ്റെയിൻഡ്. പാർട്ട്ണർഷിപ്പിൽ എപ്പോഴും ഒരു സെപ്പറേറ്റ് ബുക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ജോയിൻറ്റ് വെഞ്ചറിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ദർ ഈസ് നോ നീഡ് ഫോർ എ സ്പെസിഫിക് സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ്. അവിടെ എന്തായിരിക്കും? ഒരു സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. കാരണം എന്താണ്? ഈവൻ ഇൻ വൺ ഓഫ് ദ കോവെഞ്ചർ ബുക്സ് ഓൺലി. ഓരോ കോവെഞ്ചേഴ്സിന് അവരുടേതായ ഒരു കയ്യിൽ ബുക്ക് ഉണ്ടാവുക എന്നുള്ളതൊരു പ്രത്യേക സെപ്പറേറ്റ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യില്ല. പാർട്ട്ണർഷിപ്പിൽ അങ്ങനെയല്ല, നമ്മളൊരു പ്രത്യേക ബുക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ പാർട്ട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സിന് എന്തായിരിക്കും? നോ പാർട്ട്ണർ ക്യാൻ ക്യാരി ഓൺ എ സിമിലർ ബിസിനസ്. ഒരേപോലത്തെ ബിസിനസ് പാർട്ട്നേഴ്സിനെ ക്യാരി ചെയ്ത് പോകാനായിട്ട് പറ്റില്ല. പക്ഷേ കോവെഞ്ചറിൽ എങ്ങനെയായിരിക്കും? ഫ്രീ ടു ക്യാരി ഓൺ ദ ബിസിനസ് ഓഫ് എ സിമിലർ നേച്ചർ. അവർക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടേതായ ഫ്രീ ആയിട്ടുള്ള ബിസിനസ് ക്യാരി ചെയ്തിട്ട് പോവാം. Though the registration of a partnership is not compulsory but it considered desirable, there is no need for registration. Registration of partnership is not compulsory ആണ്. അതേപോലെ എവിടെ നോട്ട് കമ്പൽസറി ആണ് ജോയിൻറ്റ് വെഞ്ചറിൽ. പാർട്ട്ണർഷിപ്പിൽ അങ്ങനെയല്ല. ആൻഡ് മൈനർ ക്യാൻ ബി ഓൾസോ അഡ്മിറ്റഡ് ദ ബെനിഫിറ്റ്സ് ഓഫ് ദ ഫേം. മൈനർക്കും അതിൻ്റെ ബെനിഫിറ്റ് എടുക്കാനുള്ള റൈറ്റ് ഉണ്ടാവും. ഇവിടെ എങ്ങനെയാണ്? ജോയിൻറ്റ് വെഞ്ചറിൽ മൈനർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ഡിഫറൻസ് ആണ് നമ്മൾ നോക്കിയത്. അപ്പം നമ്മളിപ്പം പഠിച്ചത് ജോയിൻറ്റ് വെഞ്ചറാണ്. ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറഞ്ഞാൽ 2 or more persons join together to starting a business on the agreement basis. അതായത് ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ഓൺ ആൻ എഗ്രിമെൻറ്റ് ബേസിസ് ആണ്. അതിൽ ജോയിൻറ്റ് വെഞ്ചറും കൺസൈൻമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കി. ജോയിൻറ്റ് വെഞ്ചറും പാർട്ട്ണർഷിപ്പും തമ്മിൽ നോക്കി. ദെൻ നമ്മൾ നോക്കുന്നത് അക്കൗണ്ടിങ്. ഇതിലൊക്കെ നമുക്ക് നോക്കാനുള്ളത് ജേണൽ എൻട്രീസ് ആണ്. ഓക്കെ, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്? ഇൻ ദ ബുക്സ് ഓഫ് വൺ കോവെഞ്ചർ. ഒരു കോവെഞ്ചറിലെ ബുക്കിലെ എൻട്രി എങ്ങനെയായിരിക്കും? ഇൻ കേസ് ദ ബിസിനസ് ഈസ് നോട്ട് വെരി ലാർജ്, ഓൺലി വൺ ഓഫ് ദ വെഞ്ചർ മേ ബി എൻട്രസ്റ്റഡ് വിത്ത് ദ ടാസ്ക് ഓഫ് റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻ ഇൻ ദിസ് ബുക്ക്. In that case, all other co-venture will send their contribution to such venture, will open a joint venture account and the personal account of other co-venture in his books.
അതായത് എന്താ കോവെഞ്ചർ ഇൻ ദ ബുക്സ് ഓഫ് കോവെഞ്ചറിൽ എങ്ങനെയാ വെച്ചാൽ ഇത് എൻട്രി ആയിട്ട് പറയുന്നില്ല, നമുക്കൊരു തിയറി പോലെ തന്നെയാണ് ഉള്ളത് ഇതിൽ. അതായത് ഒരു വലിയ ബിസിനസ് അല്ല, ഒരു കോവെഞ്ചർ വെച്ചിട്ട് രണ്ടാൾ ഇതിൽ രീതിയിലാണ് തുടങ്ങുന്നതെങ്കിൽ അതിലെന്താണ്, അതിലവരെ കോൺട്രിബ്യൂഷനും കാര്യങ്ങളും ഒക്കെ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിൽ പേഴ്സണൽ അക്കൗണ്ടായിട്ട് അവരവരെ എല്ലാ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളും അവരുടേതായ രീതിയിൽ എഴുതിയിട്ട് കീപ്പ് ചെയ്യും. പക്ഷേ ഇൻ ദ ബുക്സ് ഓഫ് ഓൾ ദ കോവെഞ്ചർ കുറേ അധികം കോവെഞ്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വരിക? അപ്പോൾ അവർ ഓരോരുത്തരും ഒരു ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് സെപ്പറേറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ആൻഡ് പേഴ്സണൽ അക്കൗണ്ടും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് അവരെ കോവെഞ്ചർ അക്കൗണ്ട് ബുക്കിലും അവരെ സെപ്പറേറ്റ് ബുക്കിലും ആയിട്ട് അത് രജിസ്റ്റർ ചെയ്യും. മറ്റത് നമുക്ക് സെപ്പറേറ്റ് ബുക്ക് ചെയ്യേണ്ട കോവെഞ്ചർ അക്കൗണ്ട് ബുക്സ് ഉണ്ടാവില്ല ഒരു 2 പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, 2-ലധികം പേഴ്സൺസ് ആണെങ്കിൽ അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഒരു കോവെഞ്ചർ ബുക്സിലുള്ള എൻട്രീസ് ആണ് നോക്കുന്നത്. അതായത് അവരെ കോൺട്രിബ്യൂഷൻ, വെൻ ദ കോവെഞ്ചർ സെൻഡ് ദയർ കോൺട്രിബ്യൂഷൻ, അവരവരെ കോൺട്രിബ്യൂഷൻ നൽകുന്ന സമയത്ത്, കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ക്യാഷ് കൊടുക്കുന്നല്ലേ, അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ടു കോവെഞ്ചേഴ്സ് പേഴ്സണൽ അക്കൗണ്ട്. ആരാണോ ഓരോ വ്യക്തിക്ക് പേഴ്സണൽ അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നതല്ലേ, അപ്പോൾ ആരാണോ അയാളതിൽ കോവെഞ്ചേഴ്സ് പേഴ്സണൽ അക്കൗണ്ട് പ്രോഫിറ്റ് ഷെയർ ചെയ്യുമ്പോൾ. ദെൻ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? ജോയിൻറ്റ് വെഞ്ചറിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നതെങ്കിൽ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ടു പർച്ചേസ് അക്കൗണ്ട്. കൺസൈൻമെൻ്റ് ആകുമ്പോൾ കൺസൈൻമെൻറ്റ് നമ്മൾ പഠിച്ചല്ലോ, ഇവിടെ നമ്മൾ ജോയിൻറ്റ് വെഞ്ചറാണ്. അപ്പോൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ബുക്സിൽ ഇല്ലേ എൻട്രീസ്, ഞാൻ ജസ്റ്റ് വായിച്ചു തരാം, നിങ്ങൾ നോക്കിയാൽ മതി. ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ടു പർച്ചേസ് അക്കൗണ്ട്. ദെൻ ഗുഡ്സ് സപ്ലൈ ചെയ്യുമ്പോൾ കോവെഞ്ചർക്ക് സപ്ലൈ ചെയ്യുന്ന സമയത്ത് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ടു തിരിച്ചു വരും കോവെഞ്ചേഴ്സ് പേഴ്സണൽ അക്കൗണ്ട്. ദെൻ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ജോയിൻറ്റ് വെഞ്ചർ, ജോയിൻറ്റ് വെഞ്ചറിൽ എക്സ്പെൻസസ് വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? എക്സ്പെൻസ് ആകുമ്പോൾ ക്യാഷ് പോവല്ലേ ചെയ്യാം, അപ്പോൾ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ടു ക്യാഷ്. ഓക്കെ, ദെൻ വെൻ ദ കോവെഞ്ചർ റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻ സെൽസ് ദ ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോൾ, ക്യാഷിന് സെയിൽ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും വരിക? ക്യാഷ് അക്കൗണ്ട് ടു ജോയിൻറ്റ് വെഞ്ചർ. ക്രെഡിറ്റിനാണ് കൊടുക്കുന്നതെങ്കിൽ ഡെപ്റ്റർ പേഴ്സണൽ അക്കൗണ്ട് ടു ജോയിൻറ്റ് വെഞ്ചർ. ക്യാഷ് ആകുമ്പോൾ ക്യാഷിന് കൊടുക്കുമ്പോൾ ക്യാഷ് കിട്ടുന്നു, അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ടു അങ്ങനെ ജോയിൻറ്റ് വെഞ്ചർ എന്ന് ചെയ്യും. ക്രെഡിറ്റിനാവുന്ന സമയത്ത് ഡെപ്റ്ററൊക്കെ ആയിരിക്കും, ഇപ്പോൾ ഡെപ്റ്റർ അക്കൗണ്ട് ടു ജോയിൻറ്റ് വെഞ്ചർ എന്ന് കൊടുക്കുന്നു. ദെൻ ക്യാഷ് റിസീവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും എൻട്രി വരുന്നത്? ക്യാഷ് അക്കൗണ്ട് ടു ആരെടുത്തുന്ന? ഡെപ്റ്റർ എടുത്തുന്നത്, അപ്പോൾ ഡെപ്റ്റർ പേഴ്സണൽ അക്കൗണ്ട് എന്ന് വരുന്നു. ദെൻ ഡിസ്കൗണ്ട് അലൗ ചെയ്യുന്ന സമയത്ത് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ടു ഡെപ്റ്റേഴ്സ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് വരുന്നു. ദെൻ വെൻ സെയിൽസ് ആർ മെയ്ഡ് ബൈ ദി കോവെഞ്ചർ സെയിൽ നടത്തുന്ന സമയത്ത് അയാളെ ബുക്കിൽ എൻട്രി എങ്ങനെയായിരിക്കും വരുന്നത്? കോവെഞ്ചർ അവരൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, കോവെഞ്ചേഴ്സ് പേഴ്സണൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പം കോവെഞ്ചേഴ്സ് പേഴ്സണൽ അക്കൗണ്ട് ടു ജോയിൻറ്റ് വെഞ്ചർ എന്ന് വരുന്നു. ദെൻ വെൻ സം ക്യാഷ് ഓർ ബിൽസ് റെസീവബിൾ ആർ റിസീവ്ഡ് ഫ്രം ദ കോവെഞ്ചർ, അതായത് നമ്മൾ മൊത്തം ക്യാഷ് സെറ്റിൽ ചെയ്യാണ്ട് കുറച്ച് പൈസ കിട്ടുന്നു അല്ലെങ്കിൽ ബിൽസ് റെസീവബിൾ ആവുന്ന സമയത്ത് എൻട്രി എങ്ങനെ വരിക? ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട്, അതല്ലെങ്കിൽ ബിൽസ് റെസീവബിൾ അക്കൗണ്ട്. ഓക്കെ, ഒന്നെങ്കിൽ ബിൽസ് ആയിട്ടായിരിക്കും തരുന്നെങ്കിൽ, ഇപ്പോൾ ഒന്ന് ക്യാഷ് ആണെങ്കിൽ ക്യാഷ്, ബിൽസ് റെസീവബിൾ ആണെങ്കിൽ ബിൽസ് റെസീവബിൾ അക്കൗണ്ട് ടു എങ്ങനെയാണ് വരിക? ആരുടെ അക്കൗണ്ടിൽ നിന്നായിരിക്കും വരുന്നത്? കോവെഞ്ചേഴ്സ് പേഴ്സണൽ അക്കൗണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ കമ്മീഷനോ സാലറിയോ കൊടുക്കുന്ന സമയത്ത് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ടു കമ്മീഷൻ, അല്ലെങ്കിൽ സാലറി ആണെങ്കിൽ സാലറി അക്കൗണ്ട്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ അൺസോൾഡ് ഗുഡ്സ് വിൽക്കാതെ ഇരിക്കുന്ന സ്റ്റോക്ക് ആവുന്ന സമയത്ത് എങ്ങനെയാണ് വരിക? പർച്ചേസ് അക്കൗണ്ട് ടു ജോയിൻറ്റ് വെഞ്ചർ. അതായത് ഇഫ് ദ അൺസോൾഡ് സ്റ്റോക്ക് ഈസ് ടേക്കൺ ഓവർ ബൈ ദ കോവെഞ്ചർ ആ അൺസോൾഡ് സ്റ്റോക്ക് അവരെ സ്വന്തം റിസ്കിൽ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വരിക? കോവെഞ്ചേഴ്സ് പേഴ്സണൽ അക്കൗണ്ട് ടു ജോയിൻറ്റ് വെഞ്ചർ. അപ്പോൾ ഇത്രയും എൻട്രീസ് ആണ് സിംഗിൾ കോവെഞ്ചർ അക്കൗണ്ട് ബുക്കിൽ ഉണ്ടാവുക. ഓക്കെ.